കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ലേൺവൈസ്. ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ MAPC പ്രോഗ്രാമിലെ രണ്ടാമത്തെ പേപ്പർ ആയിട്ടുള്ള MPC 002 ലൈഫ് സ്പാൻ സൈക്കോളജിയുടെ മുൻകാല ചോദ്യ പേപ്പറുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അതിൽ നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു ഗൈഡിൽ നമ്മളുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ പേപ്പേഴ്സിന്റെ ഒരു ക്ലിയർ ഡാറ്റ ഡ്രിവൺ ഇൻസൈറ്റ്സ് ആണ് നമ്മൾ ഇതിൽ തരുന്നുണ്ടാവുക. ഇതിൽ സിലബസിലുള്ള ഏറ്റവും ഹൈ ഈൽഡ് ഏരിയാസ് ഏതൊക്കെയാണ്, ഏറ്റവും മാർക്ക് വെയിറ്റ് പാറ്റേണിലാണ് ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് നിങ്ങൾക്ക് ഒരുപാട് തിയറീസും ഒരുപാട് കൺസെപ്റ്റ്സും ഒക്കെ നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് എൻഡ് വരെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്, അത് വായിക്കുകയും ചെയ്യാം, ഗോ ത്രൂ ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. സിലബസ് മാപ്പിംഗ് ആണ് സിലബസ് അല്ലെ, നമ്മളുടെ ലൈഫ് സ്പാൻ സൈക്കോളജിയുടെ മൊത്തത്തിലുള്ള ഒരു സിലബസിൽ ഏറ്റവും കൂടുതൽ റിലവൻസ് വരുന്നത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതായിരിക്കും നോക്കുന്നുണ്ടാവുക. പിന്നീട് എക്സാം പാറ്റേൺ, ആ ഒരു എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, പുതുതായിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോവുകയാണ്, അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഒരു പാറ്റേൺ, എന്താണ് ഒരു ഫോർമാറ്റ് എന്നുള്ളത് നോക്കുന്നുണ്ടാകും. പിന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് മുൻപേ ചോദിച്ചിട്ട് പിന്നെയും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ടോപ്പിക് പ്രോബബിലിറ്റി നമ്മൾ നോക്കുന്നുണ്ടാവും, ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ അതിന്റെ രീതിയിൽ പ്രഡിക്ഷൻസ് നമ്മൾ നോക്കുന്നുണ്ടാവും, ഒരു പ്രഡിക്റ്റീവ് പേപ്പർ നമ്മൾ നോക്കുന്നുണ്ടാകും. മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം എങ്ങനെയൊക്കെ ഉള്ളതാണെന്നുള്ളത് നോക്കുന്നുണ്ടാവും. സോ ഇതെങ്ങനെയാണ് ഈ ഒരു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുൻപേ 2020 ജൂൺ മുതൽ 2025 കഴിഞ്ഞ ജൂൺ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ അനാലിസിസ് ഫ്രീക്വൻസി മോഡൽ നോക്കി അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് ആണ് ഈ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൈഡ് ഗോ ത്രൂ ചെയ്യുക, എന്നിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ടും വളരെ കാം ആയിട്ടും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്യുന്ന രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യും. സിലബസ് മാപ്പിംഗ് നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഒരുപാട് ബ്ലോക്സും, നമ്മുടെ 4 ബ്ലോക്സിൽ നിന്നും ഏതൊക്കെ യൂണിറ്റിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ എത്ര പ്രാവശ്യം വന്നിട്ടുള്ളത്, അതായത് അപ്പിയറൻസ് എന്ന് പറയുന്ന അവിടെ ആ ഒരു എന്ന് കണ്ടില്ലേ, അത് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിന്റെ റിലവൻസ് എത്രയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. അതില് ഫസ്റ്റ് ബ്ലോക്കിലാകുന്ന സമയത്ത് യൂണിറ്റ് 1 എന്താണ് ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് ആൻഡ് മെത്തേഡ്സ് എന്ന് പറയുന്ന യൂണിറ്റ് 1 ടോപ്പിക്സ് ആണ് ആദ്യം വരുന്നത്. ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റ്, ഇഷ്യൂസ് ആൻഡ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്, റിസർച്ച് മെത്തേഡ്സ്, അതുപോലെ തന്നെ ഒബ്സ്റ്റിക്കിൾസ് ഇൻ സ്റ്റഡിങ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്, ഈ വക ടോപ്പിക്സ് ഒക്കെ അപ്പിയറൻസ് 5, 3, 2, 1 എന്നുള്ള രീതിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഫസ്റ്റത്തത് മീഡിയം റിലവൻസ് ഉള്ളതാണ്, ബാക്കിയൊക്കെ ലോ റിലവൻസ് ഉള്ളതാണ്. ദെൻ യൂണിറ്റ് 2 പ്രീനേറ്റൽ ഡെവലപ്മെന്റ് വരുന്ന സമയത്ത് അതിൽ മെയിൻ ആയിട്ടും സ്റ്റേജസ് ആൻഡ് പീരീഡ്സ് ഓഫ് പ്രീനേറ്റൽ ഡെവലപ്മെന്റ്, എൻവയൺമെന്റൽ ഇൻഫ്ലുവൻസ് ഡ്യൂറിങ് പ്രീനേറ്റൽ ഡെവലപ്മെന്റ്, ഇതൊക്കെ 4-3 രീതിക്കാണ് അപ്പിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റിൽ അത് ലോ എന്നുള്ള രീതിയിലാണ് റിലവൻസ് വരിക. ദെൻ ബ്ലോക്ക് 1 ഈ സെയിം യൂണിറ്റ് 2 എടുക്കുന്ന സമയത്ത് പീരീഡ്സ് ഓഫ് സൈഗോട്ട് 1 ആണ് അതിന്റെ അപ്പിയറൻസ്, ലോ ആണ് വരുന്നത്. പിന്നെ യൂണിറ്റ് 3 എടുക്കുമ്പോൾ ഇൻഫാൻസിയിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ്, ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ഇൻ ഇൻഫാൻസി, അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ ഇൻഫാൻസി, ഹസാർഡ്സ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ഡ്യൂറിങ് ഇൻഫാൻസി, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻ ഇൻഫാൻസി, ഇങ്ങനെയുള്ള ടോപ്പിക്സിനൊക്കെ ലോ റിലവൻസ് ആണ് കൊടുക്കുന്നത്. 3, 3, 1 എന്നുള്ള രീതിയിലൊക്കെയാണ് അതിന്റെ അപ്പിയറൻസ് വരുന്നതെങ്കിലും അത് ലോ റിലവൻസ് കാറ്റഗറിയിലാണ് വരുന്നത്.
യൂണിറ്റ് 4 ആണെങ്കിൽ ബ്ലോക്ക് 1 ഏർലി ചൈൽഡ്ഹുഡിൽ എത്തുന്ന സമയത്ത് ഏർലി ചൈൽഡ്ഹുഡിലുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ്, അതും ലോ ആണ്. ഹെസാർഡ്സ് ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്, അത് 4 അതിന്റെ അപ്പിയറൻസ് വരുന്നത്, ലോ ആണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഏർലി ചൈൽഡ്ഹുഡ്, അതും സെയിം ലോ തന്നെയാണ്. പിന്നെ ബ്ലോക്ക് 2 എത്തുന്ന സമയത്ത് ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഡെവലപ്മെന്റ് 6 to 11 ഇയേഴ്സിൽ വരുന്ന ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ കൺസെപ്റ്റ് ഏതൊക്കെയാണ്? മോട്ടോർ ഡെവലപ്മെന്റ് ആൻഡ് ഡിസോർഡേഴ്സ്, ഫൈൻ വേഴ്സസ് ഗ്രോസ് ഇംപ്രൂവ്മെന്റ്, അത് 8 ആണ് അതിന്റെ ഒരു അപ്പിയറൻസ്, അത് ഇമ്പോർട്ടന്റ് ആണ്, മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ സെയിം യൂണിറ്റിൽ വരുന്ന ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഏർലി സ്കൂൾ ഇയേഴ്സിൽ അത് 1 ആണ് അതിന്റെ ഒരു അപ്പിയറൻസ്, അതുകൊണ്ട് തന്നെ ലോ കാറ്റഗറിയാണ്. പിയാഷെയുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ ആ വക തിയറീസ്, ഡിസെൻട്രേഷൻ കൺസർവേഷൻ പറയുന്ന തിയറീസ് കൺസെപ്റ്റ് ഒക്കെ ലോ ആണ് അതിന്റെ ഒരു കാറ്റഗറി വരുന്നത്, 4 ആണ് അതിന്റെ ഒരു അപ്പിയറൻസ്. ദെൻ യൂണിറ്റ് 2 സെയിം യൂണിറ്റിൽ തന്നെ മോറൽ ഡെവലപ്മെന്റ്, പിയാഷെയുടെ ആണെങ്കിലും കോൾബർഗിന്റെ ആണെങ്കിലും തിയറീസ്, പിന്നെ സോഷ്യൽ ഡെവലപ്മെന്റ്, പാരന്റ്സ്, സിബ്ലിങ്സ്, പിന്നെ ഇമോഷണൽ ഡെവലപ്മെന്റ്, കൺസെപ്റ്റ് ഫോർമേഷൻ, ഈ വക കൺസെപ്റ്റ് ഒക്കെ ലോ എന്നുള്ള രീതിയിലാണ് കാറ്റഗറി വരുന്നത്. യൂണിറ്റ് 3 സ്കൂളിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എടുക്കുന്ന സമയത്ത് എന്താണ്? അതിൽ ബേസിക് സ്കൂൾ സ്കിൽസ്, പിന്നെ റീഡിങ്, റൈറ്റിംഗ്, മാത്സ്, അതുപോലെയുള്ള ഗ്രാമർ, സെമാൻറ്റിക്സ്, ഇതുപോലെയുള്ള സ്കില്ല്, അതുപോലെ തന്നെ വാല്യൂ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷണൽ എക്സ്കേർഷൻസ്, ഇതൊക്കെ ലോ ലെവൽ, ലോ റിലവൻസ് ആണ് അവിടെ വരുന്നത്. യൂണിറ്റ് 4 എടുക്കുന്ന സമയത്ത് ലേണിംഗ് ഡിസാബിലിറ്റി മീഡിയം ആണത്, 8 പ്രാവശ്യം ചോദിച്ചാണ്, അപ്പൊ മീഡിയം ആണ് അതിന്റെ ഒരു റിലവൻസ് വരുന്നത്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, അതുപോലെ തന്നെ ADHD, ഐഡന്റിഫിക്കേഷൻ ആൻഡ് മാനേജ്മെന്റ്, ഗിഫ്റ്റഡ് ആൻഡ് ടാലന്റഡ് ടീച്ചേഴ്സ് റോള്, എക്സെപ്ഷണൽ ചിൽഡ്രൻ ഓവർവ്യൂ, ഇങ്ങനെയുള്ള ഈ കൺസെപ്റ്റ് ഒക്കെ യൂണിറ്റ് 4 ഉള്ളതൊക്കെ ലോ റിലവൻസ് ആണ് വരുന്നത്. ബ്ലോക്ക് 3 എടുക്കുന്ന സമയത്ത് യൂണിറ്റ് 2 കോഗ്നിറ്റീവ് ചലഞ്ചസിൽ വരുന്നത് എന്തൊക്കെയാണ്? ഇൻഫർമേഷൻ പ്രോസസിംഗ് ആൻഡ് അപ്രോച്ച്, ഇൻഫർമേഷൻ പ്രോസസിംഗ് അപ്രോച്ച് അതിൽ 1 ആണ് അതിന്റെ ഒരു അപ്പിയറൻസ് വരുന്നത്, അതുകൊണ്ട് തന്നെ ലോ ആണ്. ദെൻ യൂണിറ്റ് 3 ഐഡന്റിറ്റി, സെൽഫ് കൺസെപ്റ്റ് ആൻഡ് ടിയർ വരുന്നത്, ഐഡന്റിറ്റി ഡെവലപ്മെന്റ് ആൻഡ് മാർഷ്യാസ് ഐഡന്റിറ്റി സ്റ്റാറ്റസ്, അത് മീഡിയം ആണ് അതിന്റെ ഒരു റിലവൻസ് വരുന്നത്, 6 ആണ് അതിന്റെ ഒരു അപ്പിയറൻസ് കൗണ്ട്. ഓക്കെ, ദെൻ സെയിം യൂണിറ്റിൽ സെൽഫ് കൺസെപ്റ്റ് വേഴ്സസ് സെൽഫ് എസ്റ്റീം, നെഗറ്റീവ് സെൽഫ് കൺസെപ്റ്റ് സയൻസ്, ഇതൊക്കെ 3 ആണ് അപ്പിയറൻസ് വരുന്നത്, ലോ ആണ് അപ്പൊ അതിന്റെ റിലവൻസ് വരിക. അഡോളസെന്റ്, യൂണിറ്റ് 4 എത്തുമ്പം ചലഞ്ചസ് ആൻഡ് ഇഷ്യൂസിൽ അഡോളസെന്റ് ചലഞ്ചസ്, റിസ്ക് ബിഹേവിയർ, സെക്ഷുവാലിറ്റി, കോപ്പിംഗ്, ഇതൊക്കെ 6 ആണ് അതിന്റെ ഒരു കൗണ്ട് വരിക, അപ്പിയറൻസ് കൗണ്ട് മീഡിയം ആണ് അതിന്റെ ഒരു റിലവൻസ് വരിക. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 2 കോഗ്നിറ്റീവ് ചലഞ്ചസ്, അതാണ് പിന്നെയും വരുന്നത് അല്ലെ, കോഗ്നിറ്റീവ് ചേഞ്ചസ് ഇൻ മിഡിൽ അഡൽഹുഡ്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ചേഞ്ചസ് ഇൻ ഓൾഡ് ഏജ്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ചലഞ്ചസ് ഇൻ ഏർലി അഡൽഹുഡ്, ഇതൊക്കെ ലോ കാറ്റഗറിയിലാണ് അത് വരുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലോക്ക് 4 എത്തുന്ന സമയത്ത് യൂണിറ്റ് 3 ആണ് ഒരുപാട് ഉള്ളത്, അതിൽ സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഇൻ ഏർലി അഡൽഹുഡ് ആണെങ്കിലും, സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഇൻ മിഡിൽ അഡൽഹുഡ് ആണെങ്കിലും, സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഇൻ ഓൾഡ് ഏജ് ആണെങ്കിലും ഒക്കെ ലോ കാറ്റഗറിയാണ് വരുന്നത്. ഫാമിലി സൈക്കിൾ, കോണ്ടെക്സ്റ്റുവൽ വേഴ്സസ് സ്റ്റേജ് തിയറീസ്, ഇത് 3 ആണ് വരുന്നത്. അറ്റാച്ച്മെന്റ് പാറ്റേൺസ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് മിഡിൽ അഡൽഹുഡ്, പിന്നെ ബ്ലോക്ക് 4 എത്തുന്ന സമയത്ത് ഏജിങ് ഇഷ്യൂസ്, ചലഞ്ചസ്, ഇതൊക്കെ 6 ആണ് അതിന്റെ ഒരു മീഡിയം വരുന്നത്, അത് മീഡിയം ആണ് അതിന്റെ റിലവൻസ് വരുന്നത്. സോ ഇതിൽ ഏത് ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിലവൻസ് ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ബ്ലോക്ക് 2 ആണ്, പിന്നീട് വരുന്ന ബ്ലോക്ക് 1, പിന്നെ ബ്ലോക്ക് 4, ഏറ്റവും ലാസ്റ്റ് ആണ് ബ്ലോക്ക് 3 വരുന്നത്. ഓക്കെ, സോ അത് നമ്മളിപ്പോ നോക്കിയത് ഓരോ ടോപ്പിക്സിന്റെ ഒരു റിലവൻസ് ആണ് വരുന്ന, ആ ഒരു അപ്പിയറൻസിന്റെ കൗണ്ടും റിലവൻസും ആണ് നമ്മൾ നോക്കിയത്. അതിന് നമ്മളിപ്പോ ഒരു മാപ്പിൽ നോക്കുകയാണെങ്കിൽ, മാപ്പ് ശ്രദ്ധിച്ചാൽ നമുക്ക് എക്സ് ആക്സിസിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുക ബ്ലോക്സും, വൈ ആക്സിസിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്സും, എക്സ് ആക്സിസിൽ നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ്സും നോക്ക്, പിന്നെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിലെ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി കൗണ്ട് ആണ് ഈ കൊടുത്തിരിക്കുന്ന ആ ഒരു എന്താണ് കളർ മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ 0 to 12 എന്നുള്ള രീതിയിൽ, യെല്ലോ ഗ്രീൻ ഒക്കെ ആകുന്ന സമയത്ത് കൗണ്ട് കൂടുതലാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് യെല്ലോ ഗ്രീന് വരുന്നത് എവിടെയാണ്? ബ്ലോക്ക് 2 ലാണ്.
ബ്ലോക്ക് 2 സ്ഥലത്ത് നിന്നാണ്. ആ ഒരു യൂണിറ്റിന്റെ സ്ഥലവും യൂണിറ്റിന്റെ ഭാഗവും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കണ്ടോ? ഫിസിക്കൽ ഡെവലപ്മെന്റ് 6 to 11 ആ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഹയസ്റ്റ് ഡെൻസിറ്റി സൈറ്റ്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 ആണ്. അതിൽ യൂണിറ്റ് 1 മുതൽ മോട്ടോർ ഡെവലപ്മെന്റ്, പിന്നെ ബ്ലോക്ക് 2, യൂണിറ്റ് 4 ഇതൊക്കെയാണ്. പിന്നെ ബ്ലോക്ക് 3, യൂണിറ്റ് 3, 4, പിന്നെ ബ്ലോക്ക് 4, യൂണിറ്റ് 3ഉം 4 ഇതൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന കുറച്ച് ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയാൻ പറ്റുന്ന ഏരിയാസ് ആണ്. ദെൻ അതിന്റെ നമ്മൾ ഇങ്ങനെ ഇൻസൈറ്റ് നോക്കുകയാണെങ്കിൽ ഹൈ yield ടോപ്പിക്സ് ഫ്രീക്വൻസി നോക്കിയിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നുണ്ടാവുക മോട്ടോർ ഡെവലപ്മെന്റ് ഇൻ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ബ്ലോക്ക് 2ലാണ്. 8 അപ്പിയറൻസ് ആണല്ലോ, അപ്പൊ അത് റിപ്പീറ്റഡ്ലി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത് വരെ ലേണിംഗ് ഡിസേബിലിറ്റി ആണ്, ക്യാരക്ടറിസ്റ്റിക്സ്, അത് 8 അപ്പിയറൻസ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തത് ഏജിങ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്, 6 ആണ് അതിന്റെ അപ്പിയറൻസ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് പ്രയോറിറ്റി കൊടുക്കുക. ബാക്കിയുള്ളത് പഠിക്കണം, പക്ഷെ എന്ത് ചെയ്യാ, ഈ വക ടോപ്പിക്സിന് എന്ത് ചെയ്യാ, പ്രയോറിറ്റി കൊടുക്കുക. അതായത് ഇതിലുള്ള ഒരു ഭാഗങ്ങളൊന്നും മിസ്സാവാതെ നോക്കുക. ഓക്കെ. പിന്നെ എക്സാം പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് 2020 to 2025 വരെ. നമുക്ക് അങ്ങനെ ആ ഒരു ടൈപ്പ് എങ്ങനെയാണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ലോങ് എസ്സേ, എല്ലാ എസ്സേ ടൈപ്പ് തന്നെയാണ് നിങ്ങൾക്ക് വരിക നിങ്ങളുടെ പ്രോഗ്രാമിൽ. ലോങ് എസ്സേ ഉണ്ട്, ഷോർട്ട് എസ്സേ ഉണ്ട്, ഷോർട്ട് നോട്ട് എന്നുള്ള രീതിയിൽ. ലോങ് എസ്സേ എന്ന് പറയുമ്പോൾ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി എന്നുള്ള രീതിയിലാണ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മളൊരു 450 വേർഡ്സ് ആണ് എഴുതേണ്ടി വരിക. 450 വേർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര പേപ്പേഴ്സ് ആണെന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ അസൈൻമെന്റ് ഒക്കെ എഴുതിയ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ആ ഒരു പേപ്പർ ഫസ്റ്റ് പേജിൽ നമുക്ക് നമ്മളുടെ ഒരു ഏകദേശം എത്ര വേർഡ്സ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് എക്സാമിന് മാത്രമേ നിങ്ങൾക്ക് അത് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പിന്നീട് നിങ്ങൾക്ക് അത് ഒരു നാക്കിലേക്ക് പോകാൻ പറ്റും. ഓക്കെ. പിന്നെ ഷോർട്ട് എസ്സേ എന്ന് പറയുമ്പോൾ 6 മാർക്സിനാണ്, 250 വേർഡ്സ് ആണ് അത് എഴുതേണ്ടി വരിക. ഷോർട്ട് നോട്ട് 3 മാർക്സിനാണ്, 100 വേർഡ്സ്. അതൊക്കെ ഒരു പേജ്, ഒരു 3/4 പേജ് ഒക്കെ വേണ്ടി വരുള്ളൂ. തന്നെ കമ്പറേറ്റീവ് കോൺട്രാസ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ എന്താ പറയാ, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് ഈ കമ്പയർ ചെയ്യാന്, ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാന്, ഡിഫറൻഷിയേറ്റ് ചെയ്യാന്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എയിലും ബിയിലും ഒക്കെ ആണെങ്കിൽ. ലോങ് എസ്സേയിലും ഷോർട്ട് എസ്സേയിലും അങ്ങനെ വരാം. ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ഒരു പ്രോംപ്റ്റ്സ് ഉണ്ടല്ലോ, ഈ ഫസ്റ്റിൽ വരുന്ന ആ ഒരു ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് ശ്രദ്ധിക്കണം. ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു അനലൈസേഷൻ വരണം, അനാലിസിസ് വരണം. അനാലിസിസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണ്, അപ്പൊ നമുക്ക് തിയറിയും കൂടെ വേണം. ആ തിയറീനെ നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം കൂടിയും ആ ഒരു ക്വസ്റ്റ്യന് ആവശ്യമായിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫുൾ പേപ്പർ അനലൈസ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഒരു അനാലിസിസ്, ആ ഒരു തിയറിയുടെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ഒക്കെ നോക്കിയിട്ട് നമ്മളുടെ ഒരു അനാലിസിസിന്റെ ഒരു പാരഗ്രാഫ് അവിടെ മസ്റ്റ് ആയിട്ട് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫുൾ സ്കോർ കിട്ടുള്ളൂ. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സമയത്ത്, കമ്പയർ ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ രണ്ട് തിയറീസ് അല്ലെങ്കിൽ 2 കൺസെപ്റ്റ്സ് ആയിരിക്കും കൊടുക്കണ്ടാവുക. അപ്പൊ രണ്ടിനെയും 2 ഈക്വൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ആ കറക്റ്റ് സ്കോർ നമുക്ക് കിട്ടുള്ളൂ. MCQ എന്ന് പറയുന്നത് നമുക്ക് വരാറില്ല അല്ലെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്, ന്യൂമറിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അധികം വരാറില്ല, അങ്ങനെ നമുക്ക് ഉണ്ടാവാറില്ല. ക്വസ്റ്റ്യൻ ഫോമാറ്റ് എന്ന് പറയുമ്പോൾ ലോങ് എസ്സേ ഉണ്ട്, ഷോർട്ട് എസ്സേ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോങ് എസ്സേ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ ഇന്റഗ്രേഷൻ തന്നെ ആയിരിക്കണം. ഓക്കെ. ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ, ഇൻട്രൊഡക്ഷൻ വേണം, അതിന്റെ ഒരു കണ്ടന്റ് വേണം, എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു കൺക്ലൂഷനും വേണം. അപ്പൊ കൺക്ലൂഷൻ എന്നൊന്നും പറഞ്ഞിട്ട് എഴുതരുത്, പക്ഷെ അതിന്റെ എല്ലാ ബോഡി പാർട്ടുകളും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ. നമ്മളുടെ SLM ഒരു യൂണിറ്റ് വായിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം, ഒരു കുഞ്ഞു യൂണിറ്റ് പോലെ തന്നെ ആയിരിക്കണം നമ്മൾ എഴുതുന്നത്. ഷോർട്ട് എസ്സേ ആവുന്ന സമയത്ത് 250 വേർഡ്സ് ആണ്. അപ്പൊ അതിന് ആ ഒരു കറക്റ്റ് ആ ഒരു രീതിയിൽ പോകണമെന്നുണ്ടാവില്ല. എന്താണോ ചോദിക്കുന്നത് അത് ഡയറക്റ്റ് ഇൻ ടു ദ പോയിന്റ് നമുക്ക് പോകാൻ പറ്റും, ടു ദ പോയിന്റ് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ വല്ലാണ്ട് ഒരു ഇൻട്രൊഡക്ഷന്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. ദെൻ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ വളരെ കൺസൈസ് ആൻഡ് വളരെ ബ്രീഫ് ആയിട്ട് എഴുതേണ്ടതാണ്. വേണമെങ്കിൽ നമുക്ക് ബുള്ളറ്റ്സ് ഉപയോഗിച്ചിട്ട് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ചെറിയൊരു പാരഗ്രാഫ് എന്നുള്ള രീതിയിൽ എഴുതാം. ഏറ്റവും ചെറിയ രീതിയിൽ, എന്നാൽ ഏറ്റവും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ അത് എഴുതാൻ വേണ്ടിയിട്ട്.
കമ്പയർ ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസിൽ മെയിൻ ആയിട്ടും ഈ പിയാഷയുടെ കോൾബർഗിന്റെ 2 മോറൽ ഡെവലപ്മെന്റിന്റെ തിയറീസ് ആണല്ലോ. മോറൽ ഡെവലപ്മെന്റ് തിയറീസ്, അല്ലെങ്കിൽ ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗം, അങ്ങനെ നേച്ചർ വേഴ്സസ് നേച്ചർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആണ് ചെയ്യുക. അപ്പൊ രണ്ടും കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുക എന്നുള്ളതാണ് അവിടെ മെയിൻ ആയിട്ട് വരാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷന് വരുന്ന സമയത്ത് ബ്ലോക്ക് 1 29.4% ആണ് ഔട്ട് ഓഫ് 100 വരുമ്പോൾ. ബ്ലോക്ക് 2 25.1%, ബ്ലോക്ക് 3 17.5%, ബ്ലോക്ക് 4 28.1% എന്നുള്ള രീതിയിലാണ് വരുന്നത്. ദെൻ ഹെഡ്ലൈൻ നമ്പേഴ്സ്, ആവറേജ് പേപ്പേഴ്സ്, 100 മാർക്കിൽ നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ബ്ലോക്ക് 1 പ്രീനേറ്റൽ ഇൻഫൻസി ഏർലി ചൈൽഡ്ഹുഡിലൊക്കെ 29.4% ആണ് വരുന്നത് മാർക്ക് സ്കോർ. ബ്ലോക്ക് 2 ആണെങ്കിൽ 25.1, ബ്ലോക്ക് 3 അഡോളസൻസ് അത് 17.5%, ബ്ലോക്ക് 4 എന്ന് പറയുന്നത് 28.1%. അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് ദ പേപ്പർ, പിന്നെ ആ ഒരു പേപ്പേഴ്സിന്റെ ഒരു ഇത് 2023 മുതൽ 2025 വരെ. അപ്പൊ അതിൽ നോക്കിയേ മഞ്ഞ കളർ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. യെല്ലോ ആണെങ്കിൽ കോമ്പറേറ്റീവ് കോൺട്രാസ്റ്റ് എന്നുള്ളതാണ് ഇത് വരുന്നത്. ഗ്രീൻ ഷോർട്ട് നോട്ട്സ് ആണ്, ബ്ലൂ ഷോർട്ട് എസ്സേസും, ഓറഞ്ച് ലോങ് എസ്സേസ്. ഓക്കെ, സോ അത്രയുമാണ് നമ്മളുടെ ഒരു ടോപ്പിക് എന്നുള്ള രീതിയിൽ വരുന്നത്. ഇതില് കോമ്പറേറ്റീവ് കോൺട്രാസ്റ്റ് എന്നുള്ള അവൈലബിലിറ്റി ജൂൺ 2024 ആൻഡ് ജൂൺ 2025 ആ ഒരു സമയത്ത് 20.3% വേഴ്സസ് 12 അപ്രോക്സിമേഷൻ ആണ് പറയുന്നത്, 12.7% ഒക്കെയാണ് വന്നിരിക്കുന്നത്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അപ്പൊ ഒരു പാറ്റേൺ നോക്കുന്ന സമയത്ത് എന്താണ് 2013 to 2025 വരുന്ന 5 സെഷൻസ് നോക്കിയിട്ടുണ്ട്. അതിൽ കമ്പാരിറ്റീവ് ആൻഡ് ട്രെൻഡിങ് അപ്പ് ഇൻ റീസെന്റ് സിറ്റിംഗ്സ് ആണ്. കമ്പയർ ചെയ്ത് കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ 2 തിയറീസ് അതിൽ അവർ കവർ ചെയ്യുന്നുണ്ടാകും, അല്ലെ 2 കൺസെപ്റ്റുകൾ കവർ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ദെൻ ബ്ലോക്ക് ബാലൻസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 1 ബ്ലോക്ക് 4 കൺസിസ്റ്റന്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചോദിക്കുന്നുണ്ട്. ബ്ലോക്ക് 2 ക്ലോസ് ബിഹൈൻഡ് ആൻഡ് ബ്ലോക്ക് 3 ദ ലൈറ്റസ്റ്റ്. എന്നാലും അഡോളസന്റ് ക്വസ്റ്റ്യൻ ഫ്രീക്വന്റ്ലി അപ്പിയർ ഇൻ സെക്ഷൻ ബിയിൽ. സെക്ഷൻ ബിയിലാണ് ബ്ലോക്ക് 3ഉം ബ്ലോക്ക് 2ഉം ചോദിച്ചു കാണുന്നത്. ദെൻ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ലോങ് എസ്സേ, ഷോർട്ട് എസ്സേ, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് എന്നുള്ള രീതിയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ എക്സാം 2 hours ആണ്, 50 marks ആണ്. നമുക്ക് ഏറ്റവും ആ ഒരു 2 hoursന്റെ ഉള്ളിൽ ഏറ്റവും മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുകയും ചെയ്യണം. അപ്പൊ എഫക്റ്റീവ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, പക്ഷെ അതിന്റെ കൂടെ സ്മാർട്ട് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് വേണം നമ്മളത് ക്വസ്റ്റ്യൻസിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആദ്യം എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ ഈ ലോങ് എസ്സേയിൽ തന്നെ തുടങ്ങണം, ഷോർട്ട് എസ്സേയിൽ തുടങ്ങരുത്. ആദ്യം ലോങ് എസ്സേ തന്നെ എഴുതാൻ ശ്രമിക്കുക, എന്നിട്ട് താഴത്തേക്ക് പോയാൽ മതി. ലാസ്റ്റ് ചിലപ്പം സമയമില്ലാണ്ടായി കഴിഞ്ഞാൽ എങ്ങാനും നമുക്ക് വിട്ടുപോവുകയാണെങ്കിൽ ഷോർട്ട് എസ്സേ വിട്ടുപോയാൽ വലിയ പ്രശ്നമില്ല, പക്ഷെ ലോങ് എസ്സേ വിട്ടുപോകുന്നത് വലിയ പ്രശ്നമാണ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിലിപ്പം ടൈം അലൊക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. 2 into 10 marks ആണ്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ എഴുതണം. അപ്പൊ 40 minutes ടോട്ടൽ കൊടുക്കാം, 20 minutes ഓരോന്നിനും. ഷോർട്ട് എസ്സേ ആണെങ്കിലോ 4 into 6 marks ആണ്. 4 എണ്ണം എഴുതണം, 6 മാർക്കിൻ്റെത്. അപ്പം 44 minutes ടോട്ടൽ കൊടുക്കുമ്പോൾ ഓരോന്നും 11 minutes വെച്ചിട്ട് കൊടുക്കണം. ആ രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് അതുപോലെ നമുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും ആ 2 മണിക്കൂറിന്റെ ഉള്ളിൽ. ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഒന്ന് പ്രീനാറ്റൽ ഡെവലപ്മെന്റ് സ്റ്റേജസ്, ക്യാരക്ടറിസ്റ്റിക്സ്, എൻവയൺമെന്റൽ ഇൻഫ്ലുവൻസ്.
അത് അപ്പിയറൻസ് കൗണ്ട് 8 ആണ്. ദെൻ രണ്ടാമത് വരുന്നത് ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇഷ്യൂസ് ഫാക്ട്സ് ഓഫ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്, അത് 7 ആണ് അതിന്റെ അപ്പിയറൻസ് കൗണ്ട് വരുന്നത്. മോട്ടോർ ഡെവലപ്മെന്റ് 6 to 11. ഫൈൻ വേഴ്സസ് ഗ്രോസ് ഡിസോർഡേഴ്സ് ഇംപ്രൂവ്മെന്റ് സ്ട്രാറ്റജീസ്, അതൊക്കെ 6 ആണ് അതിന്റെ അപ്പിയറൻസ് കൗണ്ട്. ലേണിംഗ് ഡിസേബിലിറ്റി ഐഡന്റിഫിക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലസ് റെമഡിയൽ പ്രോഗ്രാം, ഇതൊക്കെ 6 ആണ് അതിന്റെ അപ്പിയറൻസ് കൗണ്ട് വരുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻ മിഡിൽ ചൈൽഡ്ഹുഡ്, ഓക്കെ, അത് അപ്പിയറൻസ് 5 ആണ്. ഇതൊക്കെയാണ് ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. 6th ഏജിങ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്. പിന്നെ 7th പിയാഷെ അപ്രോച്ച് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് അഡോളസൻസ്, അപ്പിയറൻസ് കൗണ്ട് 4 ആണ്. സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻ മിഡിൽ ചൈൽഡ്ഹുഡ്, സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഡ്യൂറിംഗ് ഓൾഡ് ഏജ്, ഇൻഫർമേഷൻ പ്രോസസിംഗ് അപ്രോച്ച് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് ടോപ്പ് 10 റിക്കറിംഗിൽ വരുന്നത്. അതൊരു ഫ്രീക്വൻസി ടേബിൾ എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, പ്രീനേറ്റൽ ഡെവലപ്മെന്റ് അപ്പിയറൻസ് 8 ആണ്, ആവറേജ് മാർക്ക് 7.12 എന്നുള്ള രീതിയിൽ. ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് ലൈഫ് സ്പാൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 7 ആണ് അതിന്റെ ഒരു അപ്പിയറൻസ് കൗണ്ട് വരുന്നത്. 8.86 ആണ് ആവറേജ് മാർക്ക്. മോട്ടോർ ഡെവലപ്മെന്റ് ഫൈൻ വേഴ്സസ് ഗ്രോസ് ഡിസോർഡേഴ്സ്, അത് ഡിസോർഡേഴ്സ് ഇംപ്രൂവ്മെന്റ് ഒക്കെ വരുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആണ്. 6 ആണ് അപ്പിയറൻസ് കൗണ്ട് വരുന്നത്. ലേണിംഗ് ഡിസേബിലിറ്റി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് 6 ആണ് അതിന്റെ ഒരു അപ്പിയറൻസ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻ മിഡിൽ ചൈൽഡ്ഹുഡ്, അതൊക്കെ നമ്മളുടെ അപ്പിയറൻസ് 5 ആണ്, ആവറേജ് മാർക്ക് 7. ഏജിങ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ബ്ലോക്ക് 4 യൂണിറ്റ് 4 5 ആണ് വരുന്നത്. പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് അഡോളസൻസ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 4 ആണ് അതിന്റെ ഒരു അപ്പിയറൻസ് വരുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻ മിഡിൽ ചൈൽഡ്ഹുഡ് പേരൻസ് സിബ്ലിങ്സ് പിയേഴ്സ് ഒക്കെ വരുന്നത് 3 ആണ് അപ്പിയറൻസ് വരുന്നത്. ദെൻ സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഡ്യൂറിംഗ് ഓൾഡ് ഏജ് ബ്ലോക്ക് 4 യൂണിറ്റ് 3 ആണ് അതിന്റെ ഒരു അപ്പിയറൻസ് കൗണ്ട്. 10 ആണ് ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരെ. സ്കോർ ഇൻഫർമേഷൻ പ്രോസസിംഗ് അപ്രോച്ച് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 2. ഓക്കെ, അതിന്റെ ഒരു വിഷ്വലൈസേഷൻ എന്ന് വരുന്ന സമയത്ത് പൈ ചാർട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് അക്കൗണ്ട് ഫോർ ബൈ ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസും അതിന്റെ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള അതർ ക്വസ്റ്റ്യൻസ് ആണ് ഗ്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യണം? നമുക്കിപ്പോ മനസ്സിലായി ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്. ഇനി എങ്ങനെയാ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്? നമ്മൾ ഇതെങ്ങനെ പഠിച്ചു തീർക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത് ടൈമിംഗ് വെച്ചിട്ടുള്ള റിപ്പീറ്റ് ചെയ്തിട്ട് 5 minutes കൊടുക്കുക. റൈറ്റ് 12 എന്താ പറയാ, ലോങ് എസ്സേ ആണെങ്കിൽ ഒരു 20 minutes സമയം എടുത്തിട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. എഴുതി പഠിക്കുക. ഈ ഒരു എസ്സേ എക്സാമിന് എഴുതുന്ന പോലെ ഇരുന്ന് എഴുതിയിട്ട് പഠിക്കുക. 2 പ്രാവശ്യം പറ്റുമെങ്കിൽ ഏറ്റവും 2 പ്രാവശ്യം ചുരുങ്ങിയത് എഴുതി പഠിക്കുക, ടൈമൊക്കെ വെച്ചിട്ട്. സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഫ്രെയിം വർക്ക് ഒക്കെ കൊടുത്തിട്ട് ഇപ്പൊ ബ്രീഫ് എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഓരോ ലൈൻസ് കൺക്ലൂഡ് ചെയ്തിട്ട് ആ രീതിയിൽ എന്താ ചെയ്യാ, എക്സാമിന് ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്ന് എഴുതാൻ ശ്രമിക്കുക. അപ്പൊ എഴുതി തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമുക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറെ മുന്നേ എക്സാംസ് ഒക്കെ എഴുതിയിട്ട് ഒരുപാടായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് തന്നെയാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ നോക്കുന്നത് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. ഇത് പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഈ വരുന്ന എക്സാമിന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. അപ്പൊ അത് എന്താണ്, പ്രോബബിലിറ്റി മെട്രിക്സ്, ഇത്രയും മുന്നേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസും ഇത്രയും നാളും വരുന്ന ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുന്നതാണിത്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 പ്രീനേറ്റൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് ആൻഡ് എൻവയൺമെന്റൽ ഇൻഫ്ലുവൻസ്, അതിന് 80% ആണ് പ്രോബബിലിറ്റി വരുന്നത്. അപ്പൊ ഹൈ കാറ്റഗറി ആണ്. ഓക്കെ, 8-9 പേപ്പേഴ്സിൽ അത് വന്നിട്ടുണ്ട്. എയിലും ബിയിലും ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് സെക്ഷന്. പിന്നെ സെയിം യൂണിറ്റില് ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഇഷ്യൂസ്, അതൊക്കെ 70% പ്രോബബിലിറ്റി ഉണ്ട്. അപ്പൊ ഹൈ തന്നെയാണത്. രണ്ടിലുമായിട്ട് ഷോർട്ട് നോട്ട്സിലും വരുന്നുണ്ട്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 1 മോട്ടോർ ഡെവലപ്മെന്റ് അപ്പിയറൻസ് 6 ആണ്, 60% ആണ്. അതുകൊണ്ട് തന്നെ മീഡിയം കാറ്റഗറി ആണ്. ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ലേണിംഗ് ഡിസേബിലിറ്റി 60 ആണ് അതിന്റെ ഒരു ഇത് വരുന്നത് പെർസെന്റേജ്. അപ്പൊ മീഡിയം ആണ് അതിന്റെ ഒരു കാറ്റഗറി. ഓക്കെ, യൂണിറ്റ് 2
കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻ മിഡിൽ ചൈൽഡ്ഹുഡ്, പിയാഷെ, കോൺക്രീറ്റ്, ഓപ്പറേഷണൽ സ്റ്റേജ്, അതൊക്കെ 50 ആണ് എൻ്റെ ഒരു പെർസെൻറ്റേജ്. മീഡിയം കാറ്റഗറിയാണ് വരെ. ഇനിയുള്ളത് സെയിം ഏജിങ് ഇഷ്യൂസ്, ചാലഞ്ചസ്, അതും മീഡിയം കാറ്റഗറി തന്നെയാണ് വരുന്നത്. തന്നെ മീഡിയം കാറ്റഗറിയിൽ വരുന്ന തന്നെയാണ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 വരുമ്പോൾ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡ്യൂറിങ് അഡോളസെൻസിന്റെ കാര്യങ്ങളൊക്കെ 40 ആണ്. അപ്പൊ മീഡിയം ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഏർലി ചൈൽഡ്ഹുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഹസാർഡ്സ്, ഇതും ലോ കാറ്റഗറിയാണ് വരുന്നത്. പിന്നെ വരുന്നതൊക്കെ ലോ കാറ്റഗറി ആണ്. ബ്ലോക്ക് 2 സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻ മിഡിൽ ചൈൽഡ്ഹുഡ്, പിന്നെ ബ്ലോക്ക് 3 ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഐഡന്റിറ്റി ക്രൈസിസ് ആൻഡ് മാർഷ്യസ് ആൻഡ് ഐഡന്റിറ്റി സ്റ്റാറ്റസസ്, സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഡ്യൂറിങ് ഓൾഡ് ഏജ്, ഇതൊക്കെ ലോ കാറ്റഗറിയാണ് വരുന്നത്. ഓക്കെ, അതൊരു റോ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 2 പ്രീനേറ്റൽ ഡെവലപ്മെന്റ്, അത് 80% അല്ലേ. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 തന്നെയാണ്. പിന്നെ യൂണിറ്റ് 1 ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റ്, പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 1 മോട്ടോർ ഡെവലപ്മെന്റ്, ബ്ലോക്ക് 2 യൂണിറ്റ് 4 ലേണിംഗ് ഡിസേബിലിറ്റി, ബ്ലോക്ക് 2 യൂണിറ്റ് 2 കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അതൊക്കെ ഇനി അങ്ങോട്ട് കാറ്റഗറി കുറഞ്ഞു വരും. ബ്ലോക്ക് 4 യൂണിറ്റ് 4 ഏജിങ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ്, ഈ രീതിയിലായിരിക്കും വരിക. അതിന്റെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നോക്കുന്ന സമയം നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. പിന്നെ ഈ 2020 to 2025 വരെ പ്രോബബിലിറ്റി നോക്കുന്ന സമയത്ത് പെർസെൻറ്റേജ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് എക്സ് ആക്സിസിൽ. ഇവിടെ നമ്മൾ ആ ഒരു ടോപ്പിക്സ് ഒക്കെ വൈ ആക്സിസിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പ്രയോറിറ്റി നമ്മളിനി എന്താ നെക്സ്റ്റ്, ഇതൊക്കെ മനസ്സിലായ സമയത്ത് നമുക്ക് ഇനി പ്രയോറിറ്റി കൊടുക്കണം. ചില ഏരിയാസിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രീനേറ്റൽ ഡെവലപ്മെന്റ്, ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റ്, ലൈഫ് സ്പാൻ ക്യാരക്ടറിസ്റ്റിക്സ് ഇഷ്യൂസ്. അപ്പൊ പ്രാക്ടീസ് ചെയ്യേണ്ട 20 മിനിറ്റ്സ് എസ്സേ ഈ ഒരു പാരഗ്രാഫ് വെച്ചിട്ട്, ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യണം നമ്മൾ. മീഡിയം പ്രയോറിറ്റി വരുന്നത് 40 to 69% മോട്ടോർ ഡെവലപ്മെന്റ്, ലേണിംഗ് ഡിസേബിലിറ്റി, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻ മിഡിൽ ചൈൽഡ്ഹുഡ്, ഏജിങ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്. അതും നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലാഷ് കാർഡ്സ്, സബ് ഹെഡ്, ഫ്ലോ ചാർട്ട് ഒക്കെ ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്യുക, വരച്ച് ആ ഒരു കൺസെപ്റ്റിലുള്ള ഐഡിയാസ് ഒക്കെ നമുക്ക് കീ പോയിന്റ്സ് ഒക്കെ വിട്ടു പോകാത്ത രീതിയിൽ നോക്കുക. ലോ പ്രയോറിറ്റി എന്ന് പറയുന്നത് അഡോളസെന്റ്, പിയാഷെയുടെ തിയറി, കോഗ്നിറ്റീവ് സോഷ്യൽ ഡെവലപ്മെന്റ്, മിഡിൽ ചൈൽഡ്ഹുഡ്, സൈക്കോ സോഷ്യൽ ചേഞ്ചസ്, ഓൾഡ് ഏജ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ച്, ഐഡന്റിറ്റി ആൻഡ് മാർഷ്യ, ഏർലി ചൈൽഡ്ഹുഡ് ഹസാർഡ്സ്, ഈ വക കാര്യങ്ങളൊക്കെയാണ്. സ്ട്രാറ്റജീസ് നമ്മൾ നോക്കുമ്പോൾ ഓരോന്നിനും ടോപ്പിക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ 2 പ്രാവശ്യം എങ്കിലും പ്രാക്ടീസ് ചെയ്ത് എഴുതി പഠിക്കുക എന്നുള്ളതാണ്. ടൈം വെച്ചിട്ട് അല്ലെ, 3 മിനിറ്റ്സ് 8 to 10 മിനിറ്റ്സിന്റെ ഉള്ളിൽ തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെയൊക്കെ ടൈം വെച്ചിട്ട് അലാം പോലെ വെച്ചിട്ടൊക്കെ നമ്മൾ എഴുതുക. ദെൻ ഇതില് ജസ്റ്റിഫിക്കേഷൻ, ഫുട് നോട്ട്സ്, ഹൈ മീഡിയം ഉള്ള രീതിയിലുള്ള ടോപ്പിക്സ് ആണ്. പ്രീനേറ്റൽ 8 to 10 പേപ്പേഴ്സ് ഇൻക്ലൂഡ് ഡയറക്റ്റ് എസ്സേ, 6 മാർക്ക് ഡെറിവേറ്റീവ്സ് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട് പ്രീനേറ്റല്. ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റ് ആണെങ്കിലും 7-10 പേപ്പേഴ്സിലൊക്കെ കറണ്ട് ആയിട്ട് കറക്കരിങ് ആയിട്ടുള്ള വരുന്നതാണ്. സെക്ഷൻ എയിൽ തന്നെ 10 മാർക്കിന് അല്ലെ. പിന്നെ റിലയബിൾ സെക്ഷൻ ബിയിൽ വരുന്നതാണ് മോട്ടോർ ഡെവലപ്മെന്റ്. ലേണിംഗ് ഡിസേബിലിറ്റി ആണെങ്കിലോ പീരിയോഡിക് 3 മാർക്കിൽ വരുന്നുണ്ട് അത്. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓസിലേറ്റ് ബിറ്റ്വീൻ ആണ്. അപ്പൊ 10 മാർക്കിനും വരാം, 6 മാർക്കിനും വരാം എന്നുള്ള രീതിയിലാണ്. ഏജിങ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്, സ്റ്റഡി പ്രസൻസ് അക്രോസ് മിഡിൽ ലേറ്റ് അഡൾട്ട്ഹുഡ്. അപ്പൊ ഇത് എല്ലായിടത്തും കാണുന്ന ഒരു ഏരിയ ആണ് ഏജിങ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്. ഇനി നമ്മൾ ഈ കുറെ അധികം ടോപ്പിക്സ് നോക്കി. ഇനി ഈ ടോപ്പിക്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണ്. അതായത് ഈ വരുന്ന എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. നിങ്ങളത് എക്സാമിന് പോകുന്നതിന് മുന്നേ എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇങ്ങനെയായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. മാക്സിമം മാർക്ക് 50 ആണ്, 2 hours ആണ്. സെക്ഷൻസ് ഒക്കെ കമ്പൽസറി ആണ്. സെക്ഷൻ എ എന്ന് പറയുമ്പോൾ എനി 2 ക്വസ്റ്റ്യൻസ് എല്ലാം കമ്പൽസറി അല്ല, എനി 2 ആണ് സെക്ഷൻ എയിൽ എഴുതുന്നത് അല്ലെ. അതിൽ വരുന്നത് നോക്കിയേ, ഡിഫൈൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദ ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് ഇന്റഗ്രേറ്റ്സ് ദം
യൂസിങ് 2 കോർ ഇഷ്യൂസ് ഓഫ് ഡെവലപ്മെന്റ്. 10 മാർക്കിന് അല്ലെ. കോർ ഇഷ്യൂസിനെ നോക്കിയിട്ട് നമ്മൾ എന്താ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഡിഫൈൻ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അവിടെ രണ്ടെണ്ണം ചോദിക്കുന്നുണ്ട്, എക്സ്പ്ലനേഷനും ചോദിക്കുന്നുണ്ട്, ഡെഫിനേഷനും ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ എന്താ അടിവരയിട്ട് വെക്കുക, എന്നിട്ട് അത് കറക്റ്റ് മെൻഷൻ ചെയ്തിരിക്കുക. Then രണ്ടാമത്തെ describe the periods of prenatal development and analyze 2 environmental risk factors with their likely mechanisms of influence. അല്ലെ, periods of prenatal development describe ചെയ്യാൻ and 2 environmental risk factor അതിൽ എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. അതും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ സ്റ്റേജ്, കമ്പയർ ചെയ്യുന്ന വന്നല്ലേ, കമ്പയർ സ്റ്റേജ് തിയറീസ് ആൻഡ് കോണ്ടെക്സ്റ്റുവൽ അപ്രോച്ച് ടു അഡൾട്ട് ഡെവലപ്മെന്റ് ഹൈലൈറ്റിംഗ് 2 കൺവേർജൻസ് ആൻഡ് 2 ഡൈവേർജൻസ്. 10 മാർക്കിന്. ആക്ച്വലി ഇത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നാം, പക്ഷെ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് പോകുന്ന സമയത്ത് എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോ എല്യൂസിഡേറ്റ്, നാലാമത്തത് എല്യൂസിഡേറ്റ് കോഗ്നിറ്റീവ് ചേഞ്ചസ് during middle adulthood with reference to processing speed, expertise and everyday problem solving. വെച്ചിട്ടുള്ള കോഗ്നിറ്റീവ് ചേഞ്ചസ് അല്ലെ, എവറിഡേ പ്രോബ്ലം സോൾവിംഗ് ഒക്കെ വെച്ചിട്ടുള്ള കോഗ്നിറ്റീവ് ചേഞ്ചസ് ഡ്യൂറിങ് മിഡിൽ അഡൽട്ട്ഹുഡ് ആണ് 10 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ സെക്ഷൻ ബി പറയുമ്പോൾ ഇനി 4 ആണ് ചോദിക്കുന്നത്, 6 മാർക്കിന് അല്ലെ. ഔട്ട്ലൈൻ ദ മേജർ കമ്പോണന്റ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ ഇൻഫാൻസി, ഇൻഡിക്കേറ്റ് ടിപ്പിക്കൽ മൈൽ സ്റ്റോൺസും കൂടെ പറയുന്നുണ്ട് കമ്പണൻസിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റില്. പിന്നെ എക്സ്പ്ലെയിൻ മോട്ടോർ ഡെവലപ്മെന്റ് ഇൻ 6 to 11 years, നമ്മൾ നേരത്തെ കണ്ടുവരുന്ന ടോപ്പിക്കാണ്. ഡിസ്റ്റിങ്വിഷിംഗ് ഫ്രം ഗ്രോസ് കോർഡിനേഷൻ അല്ലെ, അത് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 7-മത്തത് എക്സ്പ്ലെയിൻ ഐഡന്റിറ്റി ക്രൈസിസ് ആൻഡ് സമ്മറൈസ് മാർഷിയാസ്. ഐഡന്റിറ്റി ക്രൈസിസ് വരുമ്പോൾ മറ്റു നമ്മുടെ എറിക്സന്റെ തിയറിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. മാർഷിയാസ് 4 ഐഡന്റിറ്റി സ്റ്റാറ്റസ്, മാർഷിയാസിന്റെ തിയറി വരുന്നുണ്ട്. with 1 behavioral indicator each. 6 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയുകയാണത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരിക്കും. ഓക്കെ, ഡിസ്കസ് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ലേണിംഗ് ഡിസേബിലിറ്റി ആൻഡ് പർപ്പസസ്, എ ബ്രീഫ് റെമഡിയൽ പ്ലാൻ ടു സ്യൂട്ടബിൾ ഫോർ സ്കൂൾ സെറ്റിംഗ്സ് എന്നൊക്കെ ചോദിക്കുന്നത്. നമുക്ക് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം എക്സാമ്പിൾസ് ഒക്കെ. അതൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാൻ പറ്റും. ഇനിയില്ല, നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി 9-മത്തെ ഡിസ്ക്രൈബ് പിയാഷെ ഡീസെൻട്രേഷൻ ആൻഡ് കൺസർവേഷൻ ടാസ്ക്. ഏതിലാണ് കൺസർവേഷൻ ഒക്കെ വരുന്നത്? ഇൻഡിക്കേറ്റ് ഹൗ പെർഫോമൻസ് ചേഞ്ചസ് ഡ്യൂറിങ് മിഡിൽ ചൈൽഡ്ഹുഡിൽ. ഇതൊക്കെ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് അധികം ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഡയറക്റ്റ് ടു ദ പോയിന്റ് എഴുതാം. സെക്ഷൻ സിയിൽ വരുമ്പോൾ കൺസെപ്റ്റ് ഫോർമേഷൻ ആൻഡ് മിഡിൽ ചൈൽഡ്ഹുഡ്, അറ്റാച്ച്മെന്റ് പാറ്റേൺസ് ആൻഡ് ദെയർ ഇംപ്ലിക്കേഷൻസ് ഫോർ ലേറ്റർ റിലേഷൻഷിപ്പ്. അപ്പൊ അവിടെ അറ്റാച്ച്മെന്റ് പാറ്റേൺസ് എന്താണെന്ന് എന്തായാലും കൊടുക്കണം. ഓക്കെ, ദെൻ റിസർച്ച് മെത്തേഡ്സ് ഇൻ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. ഇനി 2 കൊടുത്തിരിക്കുന്നത്. 2, 3, 4 നിങ്ങൾ പഠിക്കുന്നുണ്ടാവണം ലൈഫ് സ്പാനിൽ. 2 കൊടുക്കണ്ടുള്ളൂ 3 മാർക്കിന്. ഇത്രയുമാണ് നമ്മളുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ത് തന്നെയായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ്ഡ് ഏരിയാസ് ഒക്കെ മാർക്ക് ചെയ്യുക. ഈ ഒരു പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്, അത് ഗോ ത്രൂ ചെയ്യാം മൊത്തത്തില്. എന്നിട്ട് പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. ഫോക്കസ്ഡ് ഏരിയാസ് ഒക്കെ ആ ടൈം അലൊക്കേഷൻ വെച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നല്ല എഫക്റ്റീവ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്ററിനെ LSE കണക്ട് ചെയ്താൽ മതി. നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഒരു ഡിഗ്രിയോ PGയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക.